എല്ലാവർക്കും നമസ്കാരം. തൃമധുരത്തിൽ കഴിഞ്ഞ ദിവസം ജർമ്മനിയിൽ മകന് പോയ ഒരു അനുഭവം പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ ആ അമ്മ ഒരു അനുഭവം കൂടെ അയച്ചു തന്നിട്ടുണ്ട്. എല്ലാവരും കേൾക്കുക. ഹരേ കൃഷ്ണ. ഭഗവാൻ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം കാണിച്ചു തരുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതിലെ ഒരു അത്ഭുതം പറയട്ടെ ഞാൻ. മോന് ജർമ്മനിയിലെ നേഴ്സിംഗ് പഠനത്തിനായിട്ട് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് സെലക്ഷനൊക്കെ കിട്ടിയത്. അവിടെ സ്റ്റൈപ്പൻഡ് നമുക്ക് ഈ കുട്ടികൾക്കാണ് കിട്ടുക. അതുകൊണ്ട് നമുക്ക് ഒരു ബാങ്കിൽ നിന്നും എഡ്യൂക്കേഷൻ ലോൺ കിട്ടില്ല. ലാസ്റ്റ് നിമിഷം എല്ലാം കൂടി ഒരു 6 ലക്ഷം രൂപ ഇനിയും വേണ്ടി വന്നു. ഞാൻ ഇവന്റെ ആവശ്യത്തിനായി കൂടിയ ചിട്ടി അതായിരുന്നു പ്രതീക്ഷ. പക്ഷെ അത് വിളിച്ചെടുക്കാൻ പറ്റിയില്ല. നമുക്ക് സാക്ഷി നിൽക്കാൻ ആരുമില്ലായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പറ്റിയത്. ഭഗവാൻ തളർത്തില്ലെന്ന് ഒറ്റ വിശ്വാസത്തിൽ പിന്നെയും പല ആളുകളുടെയും മുന്നിൽ കൈനീട്ടി. ചിലരൊക്കെ പരിഹസിച്ചു, ചിലർ പുച്ഛിച്ചു. കഴിവില്ലെങ്കിൽ എന്തിനാ ജർമ്മനിയിലൊക്കെ പോകുന്നത് എന്നൊക്കെ ചോദിച്ചു. എൻ്റെ ഭഗവാൻ കൂടെ ഉള്ളത് കൊണ്ട് ആരെങ്കിലും ഭഗവാന്റെ രൂപത്തിൽ വരുമെന്ന് ഒരു പ്രതീക്ഷയായിരുന്നു ഓരോ ദിവസവും. അതെ, ഒരു സുപ്രഭാതത്തിൽ ഭഗവാന്റെ രൂപത്തിൽ ഓരോരുത്തർ സഹായിച്ചു. ലാസ്റ്റ് നിമിഷം ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കണം. അതിനുള്ള തിരക്കായി. ഓഫർ ലെറ്ററിലുണ്ട് അവർ അവിടെ എത്തി 3 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ചു വരുന്നു. ആ 3 മാസം കൊണ്ട് കിട്ടുമല്ലോ. ഇതൊക്കെ വിചാരിച്ച് ഓരോരുത്തരോട് ചോദിച്ചു. ഇത് കിട്ടിയാൽ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. ഈ ദിവസങ്ങളിലൊക്കെയും ഭഗവാനോട് പ്രാർത്ഥിക്കുക തന്നെ, ഭഗവാനെ ആ ടിക്കറ്റ് ഫ്രീ ആയിട്ട് കിട്ടണേ എന്ന്. മോനോട് ഒരു ദിവസം ഞാൻ പറഞ്ഞു, ആ ടിക്കറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് ഭഗവാൻ തരുന്നു. ഇവൻ ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മേ, ഭഗവാനെ ബുദ്ധിമുട്ടിക്കണ്ട, ഇന്ന് വരെയും ആർക്കും അങ്ങനെ കിട്ടിയിട്ടില്ല എന്ന്. എൻ്റെ പ്രാർത്ഥന ദിവസം തോറും ഇത് തന്നെയായിരുന്നു. അതെ, ഭഗവാൻ എൻ്റെ പ്രാർത്ഥന കേട്ടു. ഇത്തവണ കുട്ടികൾക്കുള്ള ടിക്കറ്റ് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. എന്താ പറയേണ്ടത്? ഭഗവാൻ ആ കൈവെടിയില്ല എന്നുള്ളത് ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? അമ്മ അത്രയും വിശ്വസിച്ച് പ്രാർത്ഥിച്ചു, മകനോട് പറയുകയും ചെയ്തു. മകൻ പറഞ്ഞു അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. പക്ഷെ ഇല്ലാത്ത സംഭവങ്ങൾ നടത്താൻ ഭഗവാനെ കൊണ്ട് നടക്കല്ലോ അല്ലേ? അതുതന്നെയാണ് ഈ അനുഭവത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ ത്രിമധുരത്തിൽ ആദ്യമായിട്ട് വരികയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഭഗവാന്റെ അനുഭവങ്ങൾ പറയുന്ന ചാനലാണ്. ജോയിൻ ബട്ടണിലൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ത്രിമധുരം വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാവുന്നതാണ്. കൃഷ്ണ വിഗ്രഹം വേണ്ടവർക്ക് ലിങ്കിലൂടെ വാങ്ങുകയും ചെയ്യാം കേട്ടോ. ഹരേ കൃഷ്ണ.